ഘോഷിപ്പിൻ ഘോഷിപ്പിൻ കർത്താവിൻ ജയത്തെ ഘോഷിപ്പിൻ 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 കർത്താവിൻ ജയത്തെ ഘോഷിപ്പിൻ. വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ, വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ, വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പിൻ, കർത്താവിൻ ജയത്തെ ഘോഷിപ്പിൻ. അതേ പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ഘോഷിപ്പാൻ നമുക്ക് വകയിട്ട്. കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം നമുക്ക് വായിക്കാം. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവ് സഭയാകുന്ന നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ഓരോ മക്കളോടും കർത്താവ് സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, കാരണം യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിലും കർത്താവ് തൻ്റെ ഹിതപ്രകാരം തൻ്റെ പദ്ധതിക്കനുസരിച്ച് വൻ കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം. ഇവിടെ ഈ ദേശത്തോട് കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ആമേൻ, സ്തോത്രം, ഇതിനു മുൻപുള്ള കാലത്ത് ചില കാര്യങ്ങൾ ഈ ദേശത്ത് സംഭവിച്ചിരിക്കണം. സ്തോത്രം. നമുക്കറിയാം, അതിൻ്റെ 1-ാം അധ്യായം, യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വചനത്തിൽ വായിക്കുന്നു, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഇതിനു മുന്നേ സംഭവിച്ചിട്ടില്ലാത്തതുമായ ചില ആമേൻ, സ്തോത്രം, കാര്യങ്ങൾ ആ ദേശത്ത് സംഭവിക്കുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, ആർക്കും സംഭവിച്ചിട്ടില്ലാത്ത, ആരുടെ ജീവിതത്തിലും ആരും നേരിട്ടിട്ടില്ലാത്ത ചില സംഭവങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ നാം നേരിടുകയാണെങ്കിൽ ആമേൻ, സ്തോത്രം, നമുക്ക് മാത്രം എന്തിനിങ്ങനെ സംഭവിച്ചു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ചില പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ആമേൻ, ആരുടെ കാലത്തും സംഭവിച്ചിട്ടില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ മാറ്റി ഒരു സന്തോഷം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഒന്നാമത് നാം വായിക്കുമ്പോൾ എങ്ങും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. അതെന്തായിരിക്കണം? സ്തോത്രം. അതിൻ്റെ ആമേൻ 6-ാം വചനത്തിൽ നാം വായിക്കുന്നു, ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായൊരു ജാതി എൻ്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. സ്തോത്രം. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തി അതിനുണ്ട്. മാത്രമല്ല സംഖ്യയില്ലാത്ത, അതേ ആമേൻ, നമുക്ക് നേരിടുവാൻ കഴിയാത്ത, നമ്മുടെ ശക്തിക്കും ബുദ്ധിക്കും മീതിയുള്ള ചില പ്രതിസന്ധികൾ, അതിനപ്പുറമായി കടന്നു വരുന്ന അസംഖ്യമായ പ്രതിസന്ധികൾ, ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കടന്നു വരുന്ന ചില ഭാരങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. 3-ാമതായി നാം വായിക്കുന്നു, അതേ അധ്യായം തന്നെ അതിൻ്റെ ആമേൻ, സ്തോത്രം, അതെ, ഹല്ലേലൂയ, ആമേൻ, 12-ാം വചനത്തിലൊക്കെ നാം വായിക്കുന്നു, ആനന്ദം മനുഷ്യനെ വിട്ട് മാഞ്ഞുപോയല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നാം വായിക്കുന്നു 16-ാം വചനത്തിൽ, നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. 10-ാം വചനത്തിൽ നാം വായിക്കുന്നു, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ദേശത്തിൽ ആമേൻ പലതും സംഭവിച്ചു. പല ശക്തികൾ ആമേൻ കടന്നു വന്ന് ആക്രമിക്കുന്നു. സ്തോത്രം. ആമേൻ. ആനന്ദം ഇല്ലാതെയായി, സന്തോഷമില്ലാതെയായി ദേശം ദുഃഖിക്കുന്നൊരവസ്ഥ. പ്രിയ മക്കളെ, ഈ പ്രതിസന്ധിയിലൂടെ വചനം കേൾക്കുന്ന നമ്മിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, ദൈവതരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ സാഹചര്യം 1-ാം അധ്യായത്തിലാണെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ആമേൻ അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു. ആ ദേശം സന്തോഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വെറുതെ അവർക്ക്
നഷ്ടപ്പെട്ടത് മടക്കി ലഭിച്ചില്ല. വെറുതെ അവർക്ക് ആ ദുഃഖം സന്തോഷമായി തീർന്നില്ല. 2-ാം അധ്യായം അതിൻ്റെ 12-13 വചനങ്ങളിൽ കർത്താവ് ആ ദേശത്തോട് അരുളി ചെയ്യുന്നു, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കലേക്ക് തിരിവിരെന്ന യഹോവയുടെ അരുളപ്പാട്. അതെ, എന്നാൽ ഇപ്പോഴെങ്കിലും. ശരി, സമൃദ്ധിയുടെ കാലത്തിൽ, അനുഗ്രഹത്തിൻ്റെ കാലത്ത് ചിലപ്പോൾ നാം അന്വേഷിക്കേണ്ടവണ്ണം ദൈവത്തെ അന്വേഷിച്ച് കാണില്ല, പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിച്ചു കാണില്ല, മഹത്വം കൊടുക്കേണ്ടതാണ് ദൈവത്തിൻ്റെ തന്നെ നാമത്തിന് തക്ക മഹത്വം നാം കൊടുത്തു കാണില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും നാം ദൈവത്തിങ്കിലേക്ക് തിരിയണം. നമ്മുടെ സകല സ്തോത്രം മറ്റു മാർഗങ്ങളിലല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചില കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ള ശ്രമമല്ല. പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തിങ്കിലേക്ക് തിരിയണം. മാത്രമല്ല 13-ാം വചനത്തിൽ നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരികെ. സ്തോത്രം. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. സ്തോത്രം. അതുപോലെ തന്നെ ഈ ജനം കേട്ടനുസരിച്ചു. അങ്ങനെ തന്നെ അവർ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിഞ്ഞു. ദൈവം ആ ദേശത്തെ ആദരിച്ചു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ ആ ദേശത്തിൻ്റെ ഭയം മാറി, അവരുടെ ദുഃഖം മാറി, അവരുടെ നഷ്ടകഷ്ടങ്ങൾ മാറി, അവരുടെ ക്ഷാമം മാറി. യഹോവ വീണ്ടും അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിലെ സ്ഥിതികൾക്ക് അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തും നമ്മിലും ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സർവശക്തനാണ്. ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായി തിരിയാം, കർത്താവിനോട് കൂടുതലായി അടുക്കാം. ഈ വചനപ്രകാരം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നല്ല ദൈവം സ്വർഗ്ഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്, ഒന്നുകൂടെ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നാഥ, ഇവിടെ സ്വർഗ്ഗസ്ഥിതികൾക്ക് വ്യത്യാസം നൽകി അസാധ്യമായ കാര്യങ്ങളെ എല്ലാം സാധ്യമാക്കി വൻ കാര്യങ്ങളെ ചെയ്യുന്നതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.